നസ്കർ ബഹ്റിനിൽ താമസിക്കുന്ന സംഘപരിവാർ സഹയാത്രികനായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എമ്പുരാൻ വിവാദം തുടങ്ങിയ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ചെറിയൊരു പോസ്റ്റ്. വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് അറിഞ്ഞത് ചതിച്ചത് രാജപ്പനാണ്. മുരളി ഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റാണ് മോഹൻലാൽ കണ്ടത്. പിന്നീട് അതിൽ സിനിമാറ്റിക്കായ മാറ്റങ്ങളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം സമയമെടുത്ത് ടിയാൻ സ്ക്രിപ്റ്റിൽ തിരികെ കയറ്റങ്ങൾ നടത്തി. ഗോദ്രയൊക്കെ അങ്ങനെ കയറി വന്നതാണ്. മുൻപ് പലപ്പോഴും വിശ്വാസത്തിൻ്റെ പുറത്ത് പല പ്രോജക്റ്റുകളും ചെയ്ത് പണി വാങ്ങിയ ചരിത്രമുള്ള ആളാണ് മോഹൻലാൽ. എമ്പുരാനിലും അതേ അബദ്ധം ആവർത്തിച്ചു. പൃഥ്വിരാജിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. 45 കൊല്ലത്തെ വിശ്വാസ്യത അങ്ങനെ ലാൽ മൊത്തത്തിൽ കളഞ്ഞു കുളിച്ചു. പിന്നീട് സുകന്യ കൃഷ്ണ ഇതേ വിഷയം കുറച്ചുകൂടി പൊലിപ്പിച്ചെഴുതി. മോഹൻലാലിൻ്റെ ബ്രാക്കറ്റിൽ എക്സ് ലാലേട്ടൻ, അതായത് നേരത്തെ ലാലേട്ടൻ എന്ന് പറഞ്ഞത് ഇനി അങ്ങനെ പറയില്ല എന്നർത്ഥം. വളരെ അടുത്ത് 1-2 സോഴ്സുകളുമായി സംസാരിച്ചു. ഒരു എഡിറ്റ് കൂടി ചേർക്കുന്നു. മോഹൻലാലിൻ്റെ കൂടെയുള്ള സംഘം അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് തന്നെയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ കാണുന്നത്. അങ്ങർക്ക് ഇതൊക്കെ തുറന്നു പറയണമെങ്കിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ അത് ചെയ്യാൻ കഴിയും. സ്വാധീനവും ബുദ്ധിശക്തിയും ഒക്കെയുള്ള വ്യക്തി തന്നെയാണ് മോഹൻലാൽ. അത് പറയാതെ ഇപ്പോഴും എമ്പുരാൻ്റെ വിജയത്തെക്കുറിച്ച് പോസ്റ്റിട്ട് സുഖിക്കുന്ന മോഹൻലാൽ കരച്ചിലിൻ്റെ വക്കിലാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ബാക്കി ഭാഗം. മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദ്രയും ഒക്കെ സിനിമയിൽ കടന്നുകൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രായപ്പൻ ഒരു പ്രിവ്യൂ ഷോ പോലും വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും അതിന് കാരണമായി പറഞ്ഞിരുന്നത് സസ്പെൻസുകൾ ലീക്കാകാൻ സാധ്യതയുണ്ടെന്നുമാണ്. മാത്രമല്ല മാക്സിമം തിയേറ്ററുകൾ ലഭിക്കാനും ആദ്യ ദിവസം തന്നെ പറ്റുന്നത്ര ആളുകളെ ഈ സിനിമ കാണിക്കാനും രായപ്പൻ തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിരുന്നു എന്നുമാണ് അറിയുന്നത്. ഇന്നലെ, അതായത് റിലീസ് ദിവസം രാവിലെ മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടത്. അതിനുശേഷമാണ് പണി കിട്ടിയ വിവരം ലാൽ അറിഞ്ഞത് എന്നാണ് അറിയുന്നത്. 47 വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയെ, കിരീടം വെച്ച രാജാവിനെ ഇത്ര രാജകീയമായി പറ്റിക്കാൻ രായപ്പന് കഴിഞ്ഞു എന്നതാണ് തമാശ. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, റോയൽ ഈസ് ക്രൂഡ്. അതാണ് അക്ഷരാർത്ഥത്തിൽ മോഹൻലാലിന് സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരാളുടെ വിശ്വാസത്തോടും സ്നേഹത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് നടന്നിരിക്കുന്നത്. എമ്പുരാൻ കണ്ടവർക്കറിയാം, രായപ്പന്റെ ഫ്ലാഷ് ബാക്കും ബജറംഗി എന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലവും ഒക്കെ തിരികെ കയറ്റപ്പെട്ടതാണ് എന്ന്. ഞാൻ അറിഞ്ഞത് ഇവിടെ പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പറയേണ്ടത് മോഹൻലാലാണ്. നാളെ തന്നെ പറയും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നും അറിയില്ല. കാരണം ഇന്നലെ വരെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നവരെ, സ്വന്തം ചേട്ടനെ പോലെ കണ്ടിരുന്നവരെ, ഒരു നടൻ എന്ന നിലയിൽ അയാളെ ഇഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് വെറുപ്പിക്കാൻ മോഹൻലാലിന് സാധിച്ചു. ഇന്നലെ വരെ തനിക്കുണ്ടായിരുന്ന വിശ്വാസ്യതയും സ്നേഹവുമൊക്കെ ഇനി എന്തെങ്കിലും തിരികെ നേടാൻ മോഹൻലാലിന് കഴിയുമോ എന്ന് കണ്ടറിയണം. ആത്മഹത്യാപരമായ ഇത്തരമൊരു പ്രവൃത്തി രായപ്പൻ ചെയ്യാൻ ധൈര്യപ്പെട്ടുവെങ്കിൽ അവന് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം ചെറുതൊന്നുമല്ല എന്ന് തീർച്ചയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, മലയാള സിനിമയിലെ എന്നല്ല ലോക സിനിമയിലെ ഏറ്റവും വലിയ വിഷമാണ് രായപ്പൻ. സുകന്യ കൃഷ്ണ. സമാനമായ കുറിപ്പുകൾ പലതും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മോഹൻലാലുമായി അടുത്ത ബന്ധമുള്ള പലരെയും വിളിച്ചു. മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എപ്പോഴും മോഹൻലാലിനൊപ്പം നടക്കുന്ന സമീർ ഹംസയെ പലതവണ വിളിച്ചെങ്കിലും എടുത്തില്ല. എന്നാൽ മോഹൻലാലിനെ അറിയാവുന്ന പലരും, സിനിമയിലുള്ളവരും സിനിമയിലില്ലാത്തവരുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചൂണ്ടിക്കാട്ടി. അതിലൊന്ന്, മോഹൻലാൽ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ സാഹചര്യമാണ്. മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. മോഹൻലാൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് വേണ്ടി ശോഭനയുമായുള്ള മറ്റൊരു സിനിമ മോഹൻലാൽ മാറ്റിവെച്ചതാണ്. അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ മോഹൻലാലിൻ്റെ തന്നെ പണം ഉപയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടാണ് സിനിമയുടെ പകുതി പണം മുടക്കിച്ചിരിക്കുന്ന അവസാന നിമിഷം ലൈക്ക പിണങ്ങിപ്പോയപ്പോൾ. അങ്ങനെയൊക്കെ ചെയ്ത ഒരു സിനിമ അതിൻ്റെ റിലീസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായും മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കേണ്ടതാണ്. മോഹൻലാൽ സംസാരിച്ചേയില്ല. ഒരു തരത്തിൽ ഷോക്കായ അന്തരീക്ഷത്തിലായിരുന്നു മോഹൻലാൽ ഇറങ്ങിപ്പോയത്. ആരോടും ചിരിച്ചില്ല, മുഖം കറുത്തിരുന്നു. അടുത്തിടിച്ചു കയറി വന്നവരെ തട്ടിമാറ്റി മോഹൻലാൽ കാറിൽ കയറി പോവുകയായിരുന്നു. മോഹൻലാലിൻ്റെ ഭാര്യയും മകനും പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷെ മോഹൻലാൽ പ്രതികരിച്ചേയില്ല. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സിനിമ, അതും കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസായി രംഗത്ത് വരുമ്പോൾ മോഹൻലാൽ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്? തീർച്ചയായും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആരാധകരുടെ സ്വീകാര്യതയ്ക്ക്, സ്വീകരണത്തിന് നിന്നുകൊടുക്കണം. ഇതൊന്നും മോഹൻലാൽ ചെയ്തില്ല. അടിസ്ഥാനപരമായി മോഹൻലാൽ ഒരു ജാടക്കാരനല്ല.
ഇത്തരം ആൾക്കൂട്ടങ്ങളെ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു നാണം കുടുങ്ങിയാണ്. ഇവിടെയാണ് ഗൗരവമായ മുഖത്തോടെ മോഹൻലാൽ കാറിൽ കയറി പോയത്. ഞാൻ ആ ഷോയിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു സിനിമാ പ്രവർത്തകനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സിനിമ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോഴും ഒരു നിർവികാര്യതയായിരുന്നു മോഹൻലാലിന്റെ മുഖത്തെന്ന്. സിനിമ കണ്ട സമയം മുഴുവൻ മോഹൻലാൽ ഒരുവിധം ഷോക്കിലിരിക്കുകയായിരുന്നു. സിനിമ കഴിഞ്ഞപ്പോൾ ആരോടും ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല. ആരും പറയുന്നത് കേൾക്കാൻ നിന്നില്ല. സാധാരണഗതിക്ക് മോഹൻലാൽ അഭിനയിച്ചൊരു സിനിമ വരുമ്പോൾ മോഹൻലാൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇക്കുറി മോഹൻലാൽ ആരുടെയും അഭിപ്രായം പരിഗണിക്കാൻ നിന്നില്ല. സിനിമയ്ക്ക് ശേഷം ദുഃഖിതനായി ഖിന്നനായി ആകെ തകർന്നവനെ പോലെ ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് ആ സിനിമയിൽ മോഹൻലാലിനൊപ്പം കണ്ട ഒരു സിനിമാ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലായിടത്തു നിന്നും കേൾക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ പലരുമായി സംസാരിക്കേണ്ടി വന്നു. നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ പോലും ഷോക്കിലാണെന്ന് കേൾക്കുന്നു. ഗോകുലം ഗോപാലൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്. ഗോകുലം ഗോപാലന് പറ്റിയ അബദ്ധം സമ്മതിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തൊരു വയ്യാവേലി ഏണി വെച്ച് പിടിച്ചു എന്ന ഫീലിംഗ് ആണ് ഗോകുലം ഗോപാലൻ ഉള്ളത് എന്നാണ് ഗോകുലവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. മോഹൻലാലിന്റെ അവസ്ഥയും അതുതന്നെയാണ്. പൃഥ്വിരാജ് ചതിച്ചു എന്ന ഫീലിംഗ് മോഹൻലാലിനുണ്ട്. സാധാരണഗതിക്ക് മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കുമ്പോൾ മോഹൻലാൽ അത് മുഴുവൻ കാണാനൊന്നും പോവാറില്ല. കാരണം മോഹൻലാലിന്റെ സിനിമ മോഹൻലാൽ അഭിനയിക്കുന്നു, അത് അഭിനയിച്ച് തിയേറ്റർ വരട്ടെ എന്നുള്ളതാണ് മോഹൻലാലിന്റെ രീതി. മിക്ക സിനിമകളും റിലീസ് ചെയ്യുമ്പോൾ പോലും മോഹൻലാൽ കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്തരത്തിലൊരു തണുത്ത രീതിയാണ് മോഹൻലാലിൻ്റെത്. പക്ഷെ ആരും മോഹൻലാലിനെ ചതിച്ചിട്ടില്ല. വളരെ വിശ്വസ്തനായിരുന്ന പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു. വില്ലൻ ബജ്രംഗി അടക്കമുള്ളവർ മോഹൻലാൽ അറിയാതെ കടന്നുകൂടിയതാണെന്നും ഇങ്ങനെ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം ഈ സിനിമയിൽ ഉള്ളതായി അറിയില്ല എന്നുമാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 150 ദിവസത്തോളമാണ് മോഹൻലാൽ ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റിവെച്ചത്. ഇത്രയും ദിവസം മോഹൻലാൽ ഒരു സിനിമയ്ക്കും ഇതിനു മുമ്പ് മാറ്റിവെച്ചിട്ടില്ല. ഇത്രയും ആത്മാർത്ഥതയും സ്നേഹവും വാത്സല്യവും മോഹൻലാൽ കാണിച്ചിട്ടും ചതിക്കപ്പെട്ടു എന്ന നിരാശയും വേദനയും ലേഖനുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഉറ്റവർ പോലും മോഹൻലാലിനെ തള്ളി പറയുന്നു. മേജർ രവി ഇന്നലെ പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞുകൊണ്ട് നടത്തി. ലാലിന്റെ ഉറ്റച്ചങ്ങാതിയായ രവിയാണ് ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ സംവിധാനം ചെയ്തത് എന്ന് പോലും ആരാധകർ പറഞ്ഞിരുന്നു. മേജർ രവി ലാലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും 5 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ ഇതിനല്ല, ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാവാൻ പറ്റില്ല. അത് ഒരു സത്യസന്ധമായിട്ടൊരു കഥയായിരുന്നെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെ സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നുണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നുണയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രമേ മോഹൻലാൽ യെസ് ഇനി ഇതിൽ ഒരാൾ എഴുതിയിട്ടാണ് ഇനിയെങ്കിലും മോഹൻലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ. ഞാൻ പറയാതെ ലാലേട്ടമ്പത്തേക്ക് ഞാൻ എങ്ങനെയല്ല ഞാൻ ഇന്നോ നാളെയല്ല 2 ദിവസത്തിനധികം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത്. സിനിമയിൽ അഭിനയിച്ച മറ്റുള്ളവരും ഞെട്ടലിലാണ്. ഞാൻ അതിലെ ഒരു അഭിനേതാവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ റോൾ അഭിനയിച്ചു പോന്നു എന്നതിനപ്പുറത്തേക്ക് സിനിമയെക്കുറിച്ചോ കഥയെക്കുറിച്ചോ ഒരു സൂചനയും അന്നും ഇന്നും ഇല്ലായിരുന്നു അന്ന്. ഇങ്ങനെ തന്നെയാണ് സിനിമയെ പൃഥ്വിരാജ് കൈകാര്യം ചെയ്തത്. സിനിമയുടെ യഥാർത്ഥ കഥയും അതിന്റെ ലക്ഷ്യവുമൊക്കെ പൃഥ്വിരാജിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മോഹൻലാൽ ചതിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. മലയാള സിനിമയിലെ മോഹൻലാലിന്റെ കസേര മോഹൻലാലിന് ശേഷമെങ്കിലും തട്ടിപ്പറിക്കാനുള്ള പൃഥ്വിരാജിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ പോലുമുണ്ട്. ബ്രോഡാഡി എന്ന പൃഥ്വിരാജിന്റെ സിനിമയിൽ പൃഥ്വിരാജിന്റെ അമ്മയുടെ കാല് മോഹൻലാലിനെ കൊണ്ട് തിരുമിച്ചതുപോലും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. അമ്മയെന്ന സംഘടന രൂപീകരിച്ചപ്പോൾ സുകുമാരന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ചെന്ന മോഹൻലാലിനോട് സുകുമാരൻ പറഞ്ഞിരുന്നത്രേ, മക്കൾ മറുപടി പറഞ്ഞോളുമെന്ന്. ആ മറുപടിയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അത് വാത്സല്യവും സ്നേഹവും കാണിച്ച് ചതിയിലൂടെയാണ് എന്ന് മോഹൻലാൽ ആരാധകർ വിശ്വസിക്കുകയാണ്. അതേസമയം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാരും BJP നേതൃത്വവും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിനിശ്ചിതമായി പൃഥ്വിരാജിന്റെ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ലക്ഷദ്വീപ് വിഷയത്തിലാണെങ്കിലും പൃഥ്വിരാജ് എടുത്ത വിഷയമൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ലേഖനം എഴുതിയത്. ഇന്നലെ ഞൊടിയിടയിൽ തന്നെ സെൻസർ ബോർഡ് ഇടപെടുകയും 17 കട്ടുകൾ കൽപ്പിക്കുകയും ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട 17 ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കുമെന്ന വാർത്ത ആദ്യം ഞങ്ങളാണ് പുറത്തുവിട്ടത്. തിങ്കളാഴ്ച മുതൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത് 17 ഭാഗങ്ങളില്ലാത്ത സിനിമയായിരിക്കും. മാത്രമല്ല പൃഥ്വിരാജ് അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മുംബൈയിൽ ഏതാണ്ട് 28 കോടി രൂപ മുടക്കി പൃഥ്വിരാജ് വാങ്ങിയ ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ചൂടുപിടിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജിന്റെ പേരിൽ നേരത്തെ എടുത്ത ഇഡിയുടെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ ചില അന്വേഷണങ്ങൾ വീണ്ടും ചൂടുപിടിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഒരു കാര്യവുമില്ലാതെ തലവെച്ച ഗോകുലം ഗോപാലനും കുടുങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഗോകുലത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണവും സംഭവിച്ചെന്ന് വരാം. വിവാദം ഇത്രയായിട്ടും പ്രതികരിക്കാതിരിക്കുകയാണ് മോഹൻലാൽ. മോഹൻലാലിന് തടിയൂറണമെങ്കിൽ പൃഥ്വിരാജിനെ തള്ളിപ്പറയണം. പൃഥ്വിരാജ് താൻ അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതമാകും. അതേസമയം മിണ്ടാതിരുന്നാൽ മോഹൻലാൽ ഇതുവരെ ഉണ്ടാക്കിയ ആരാധക വൃന്ദം മോഹൻലാലിനെ സംശയമുനയിൽ നിർത്തും. അതെ, ചെകുത്താനും കടലിനും നടുക്കാണ് മോഹൻലാൽ ഇപ്പോൾ.